ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. ക്രിസ്മസിൻ്റെ ഹെയർ ബോ മേക്കിംഗ് ആണ് ഈ കാണിക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരുപാട് ഐറ്റംസിൻ്റെ ആവശ്യമൊന്നുമില്ല. വയർ ബോയും പിന്നെ എൻഡ് ബീഡ്സും ഗിൽറ്റർ ട്യൂബും മെറ്റൽ റോസും ഒക്കെ വെച്ചിട്ട് ചെറിയ രീതിയിലുള്ളൊരു ഹെയർ ബോ ആണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം കിറ്റൊന്നും ഇടാൻ തുടങ്ങിയില്ലേന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ക്രിസ്മസിൻ്റെ കിറ്റ്. അപ്പോൾ ക്രിസ്മസിൻ്റെ കിറ്റുണ്ട്, കുറച്ച് ഐറ്റംസ് വരാനുണ്ട്, അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തത്. അപ്പം കുറച്ച് ചാംസ് വന്നിട്ടുണ്ട്, ക്രിസ്മസിൻ്റെ ചാംസ് വന്നിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്ന ഐറ്റമാണ് ചാംസ്. അപ്പം ഒരു 5 മോഡൽ ചാംസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചാംസൊക്കെയാണ് ഇതൊക്കെ. യൂട്യൂബിൽ കമൻറ്റ് വരാറുണ്ട്, എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പം നമുക്ക് കോൺടാക്റ്റ് നമ്പർ കൊടുക്കാറുണ്ട് വാട്സപ്പിൻ്റെ. അപ്പോൾ അതിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൽ അയച്ചു തരുന്നതായിരിക്കും. ഞാൻ ആദ്യം ഒരു ക്യാൻവാസ് എടുത്തിട്ട് അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ഹെയർ ബോ ചെയ്യാനായിട്ടുള്ള. ആദ്യം ആ ഫ്ലവർ ഒന്ന് ഒട്ടിച്ചെടുത്ത് അതൊന്ന് കുറച്ച് നേരം ഉണങ്ങി കിട്ടും. എന്നിട്ട് പിന്നെ നമുക്ക് വയർ ബോ വെച്ചിട്ട് ചെയ്യാം. ഗ്ലൂ അപ്ലൈ ചെയ്തതിലോട്ട് ഓരോ മെറ്റൽ റോസ് ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഫുള്ള് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഫുള്ള് ഒട്ടിച്ചെടുത്തു. ഇനി ഈ പോളൻ അതിൻ്റെ അകത്തൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു കമ്പി പോലത്തെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ വലിച്ച് കളഞ്ഞു, വീഡിയോ എടുത്തില്ല. അതിങ്ങനെ വലിച്ചാൽ ഇങ്ങനെ പോരും, അത് വലിച്ച് കളഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്ലൂ നമ്മൾ ഇതിലൊന്ന് ആദ്യം ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അതിങ്ങനെ നൂല് പോലത്തെയാണ്, അപ്പോൾ അത് വിട്ടു പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് അതിൽ ആദ്യം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം ആ റോസിൻ്റെ ആ സെൻറ്ററിലോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു. അതൊന്ന് പിന്നെ ഇരുന്ന് കുറച്ച് നേരം ഡ്രൈ ആവുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഗിൽറ്റർ ട്യൂബ് വെച്ചിട്ട് ബാക്കി ചെയ്തെടുക്കാം. ക്രിസ്മസിൻ്റെ ഒരു വൈറ്റും റെഡും ആ ഒരു കോമ്പിനേഷനിലാണ് ചെയ്യുന്നത്. അപ്പം ഗിൽറ്റർ ട്യൂബ് ഞാനൊരു 3/4 ഭാഗം വരെ സെൻറ്ററിൽ, ആ ഫ്ലവർ ഒരു സൈഡിലായിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്ത ആ ഫ്ലവർ സെൻറ്ററിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും ഒരു ഭംഗി കാണുമല്ലോ സൈഡിലായിട്ട് വരുമ്പം. അപ്പോൾ ഇതുപോലെ സൈഡിൽ ആണ് വെച്ച് കൊടുക്കുന്നത്. ബാക്കി ഈ 2 സൈഡിലും ഗിൽറ്റർ ട്യൂബ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡിൽ ഇച്ചിരി കൂടുതലും ഒരു സൈഡിൽ കുറവുമായിരിക്കും. അപ്പോൾ ഒരു 3/4 ഭാഗം വരെ ഗിൽറ്റർ ട്യൂബ് ഇട്ട് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിവശം കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഗിൽറ്റർ നമുക്കപ്പം വേസ്റ്റ് ആകത്തില്ല. നമ്മൾ വേണമെങ്കിൽ അളന്ന് നോക്കി അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഗിൽറ്റർ ട്യൂബ് അങ്ങനെ വേസ്റ്റ് ആകില്ല. ഇനി ഒട്ടിച്ച് വെച്ച് റോസും കൂടി അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടാട്ടോ ഞാൻ ഗിൽറ്റർ ട്യൂബ് കട്ട് ചെയ്ത് എൻഡ് ബീഡ്സൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പം ഇതൊന്ന് അവിടെ ആദ്യം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അത് ഗിൽറ്റർ ട്യൂബ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കണം. മറ്റേ കമ്പി ടൈപ്പ് ആയതുകൊണ്ട്, നൂല് പോലത്തെ ആയതുകൊണ്ട് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്ന് ഒട്ടിയിരിക്കാൻ നമുക്ക് സാറ്റിൻ ബോയിൽ അല്ലെങ്കിൽ മെറ്റൽ ബോയിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ വീതി ഉണ്ടല്ലോ. പക്ഷേ ഇതിന് അങ്ങനെ ഇല്ലാത്ത കാരണം അങ്ങനെ ഒട്ടിയിരിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ അത് കാരണം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് പിന്നെ ഗ്ലൂ എന്തായാലും അതിന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വേറൊരു ക്യാൻവാസും കൂടെ ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ അതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്നത് പൊളിഞ്ഞിങ്ങി പോരും. ഒരു ചെറിയൊരു ഇതിലല്ലേ നിൽക്കുന്നത്, അപ്പോൾ അത് കാരണം പെട്ടെന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെക്കണം. ഇനി ബാക്കി അതിൻ്റെ എൻഡും കൂടി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ബീഡ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ബോയുടെ എൻഡ് എവിടെ വരുന്നതെന്ന് അറിയാൻ പറ്റും. എന്നിട്ട് അങ്ങനെ ഒന്ന് വളച്ച് കൊടുത്തിട്ട് പിന്നെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ ഒന്നിങ്ങനെ പുറകോട്ട് ഇങ്ങനെ തള്ളി വിട്ടാൽ മതി, അതിങ്ങനെ ഊരിപ്പോരും. അല്ലാതെ നമ്മൾ ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് പാട്. ഇങ്ങനെ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് നല്ലപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം. റൗണ്ട് പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ വലിച്ചാൽ മതി, അപ്പോൾ അതിങ്ങനെ ഊരിപ്പോരും. എന്നിട്ട് ഇത് വലിയ എൻഡ് ബീഡ്സ് ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ നീളത്തിൽ കട്ട് ചെയ്തത്. അപ്പം അതും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഒട്ടിയിരിക്കത്തുള്ളൂ. അപ്പം ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുത്താൽ മതി.
ഹെയർ ബോ ചെയ്തത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഓൾമോസ്റ്റ് കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിൽ കുറേ പേര് ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരാളാണ് കേട്ടോ, ഇങ്ങനെ കമൻറ്റ് എല്ലാ വീഡിയോയിലും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു അങ്ങനെ കമൻറ്റ് ചെയ്യുന്നവർക്കൊരു ഗിഫ്റ്റ് കൊടുത്താലോ. നമ്മളെപ്പോഴും ഗീവ് അവേ പോലെ അങ്ങനെ വെക്കാറുണ്ട്, പക്ഷേ അതങ്ങനല്ല. നമ്മുടെ വീഡിയോയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മളിടുന്ന എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. അപ്പം പേര് വരുന്നത് സ്മിത എന്നാണ്. അപ്പം അവർക്കൊരു ഗിഫ്റ്റുണ്ട്. അപ്പം സ്മിത ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ, വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ വീഡിയോസിന് കമൻറ്റും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യുന്നവരെ ഇതുപോലെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ, അവർക്ക് ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക. താങ്ക് യു.